കടൽ പ്രക്ഷുബ്ധമാണ്. തീരദേശ ജനങ്ങളെ ഇത് വലിയ പ്രയാസത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വെസ്റ്റ് ഹിൽ ശാന്തിനഗറിലാണ്. ഇവിടെ ഈ സംരക്ഷണ ഭിത്തിയുണ്ട്, അതിന് മുകളിൽ കൂടിയാണ് തിരമാലകൾ അത്രയും ശക്തിയായി വീടുകളിലേക്ക് അടിച്ചു കയറുന്നത്. അങ്ങനെ അകത്തേക്ക് വെള്ളമെത്തി സാധനങ്ങളൊക്കെ നനഞ്ഞുപോയി. വലിയ ബുദ്ധിമുട്ടിലേക്കാണ് ജനങ്ങളൊക്കെ പോകുന്നത്. ഇങ്ങനെ കൊണ്ട് അടിച്ച് എന്റെ ബാക്കിലൊക്കെ എല്ലാം തകർന്നിരിക്കുന്നു. എന്താ ചെയ്യാ, ഒന്നും പറയാല്ല, എല്ലാരോടും പറയാനും പറഞ്ഞിരിക്കുന്നു. വീടിന് തകർച്ച പറ്റിയതാണോ? അതന്നെ. പിന്നെ ഇടിഞ്ഞു വീഴാനായിക്കണം. അത് താണ്ടല്ലേ അതിന്റെ അടിഭാഗത്ത് ഫുള്ള് പോയിക്കുന്നു, മണ്ണ് ഉച്ച പോയിക്കുന്നു. മക്കളൊക്കെ ഇപ്പൊ തൽക്കാലം ഇവിടുന്ന് അടുത്ത വീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇത് ഇന്നും രാത്രി നല്ല വരുന്നെന്നാ പറയുന്നത്. 3-4 ദിവസമായി ഇതിപ്പോ ഇങ്ങനെ നമ്മള് കഷ്ടപ്പാടായിട്ട് ഇങ്ങനെ കയ്യാണ്. ചോറ് വരെ വെക്കാൻ പറ്റുന്നില്ല. അകത്തെ സാധനങ്ങളൊക്കെ സ്ഥിതി എന്താ? വീട്ടിലകത്ത് കയറാൻ പറ്റാത്തതാണ്. വീട്ടിലകത്തൊക്കെ എലിയും പിന്നെ അതുപോലെ പല സാധനങ്ങളും ഇങ്ങനെ കിടന്നിട്ട് വീട്ടിന്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല. അൽമാര് പിന്നെ ഡ്രസ്സും സാധനങ്ങളെല്ലാം നഞ്ഞ് കട്ടിലിന്റെ കാലെല്ലാം പൊട്ടി വെള്ളത്തിലായിട്ട് അങ്ങനെയാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത്. 44 വയസ്സിൽ ഞാൻ മുന്നൊരു പുര കെട്ടി ആ പുര പോയി. അതിന്റെ ബദല് കല്ലൊക്കെ കൂടെ ഇട്ട് കല്ലുകൊണ്ടൊന്നും ഒരു ശാശ്വതമല്ല. കല്ലെല്ലാം ഇനി നാളെ മറ്റളൊക്കെ ആയിട്ട് നല്ല വെട്ട് വരുമ്പോ കല്ലൊക്കെ ഇടിഞ്ഞു കൊഴിഞ്ഞ് വീഴാനുള്ള സാധ്യതയിലാണ് നിൽക്കുന്നത്. ഇപ്പം ഈ വീടിൽ വെള്ളം അടിച്ചു കയറിയതിനെ തുടർന്ന് ഉപയോഗിക്കാൻ കഴിയാത്ത സാധനങ്ങൾ പുറത്തേക്ക്, വസ്ത്രങ്ങളും മേശയും അടക്കം പുറത്തേക്ക് വലിച്ചിട്ടതാണ് കാണുന്നത്. ഇങ്ങനെ ഈ തിരയടിച്ച് വരുന്ന സമയത്തെ രാത്രിയൊക്കെ എങ്ങനെയാണ്? നല്ല ഇതേപോലെ പകലുണ്ടാവുന്ന പോലെ നല്ല ശക്തിയായിട്ട് തന്നെ തിരയടിക്കുന്നത്. ശബ്ദത്തിൽ നമുക്ക് ഉണർന്ന് കേൾക്കാൻ പറ്റും. പുറത്തിറങ്ങി നോക്കുന്നില്ലല്ലോ. ഇതേപോലെ തന്നെ ആയിരിക്കും പക്ഷെ അവസ്ഥ ഉണ്ടാവുക. പകലായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റുന്നുണ്ട്. ഇടനാട് ഒക്കെയുള്ള പ്രദേശത്ത് ബുദ്ധിമുട്ടിൽ കുറവുണ്ടെങ്കിലും തീരദേശ മേഖലയെ സംബന്ധിച്ച് വലിയ പ്രയാസമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.